മാജിക് അവനിലേക്ക് സ്വാഗതം. മലയാളിക്ക് നാടൻ വിഭവങ്ങളോടൊരു പ്രത്യേക സ്നേഹമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എങ്കിലും മലയാളികൾക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. അതായത് പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് നമ്മളുടെ നാട്ടിലെ മാത്രം വിഭവങ്ങളല്ല, മറ്റ് സ്ഥലങ്ങളിലെ, അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിലും മറ്റ് രാജ്യങ്ങളാണെങ്കിലും അവിടെ എല്ലാം പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണം സ്വാദ് നോക്കുക, അല്ലെങ്കിൽ അവിടുത്തെ സ്പെഷ്യാലിറ്റി വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇതും ഒരു പ്രത്യേകതയാണ്. സത്യത്തിൽ എപ്പോഴും നാടൻ മാത്രമല്ല നമ്മളൊക്കെ കഴിക്കുന്നത്. വ്യത്യസ്തമായ രുചിഭേദങ്ങളൊക്കെ സ്വാദ് നോക്കാൻ ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ്. അപ്പോൾ ഇത്തരം വ്യത്യാസങ്ങൾ നമ്മുടെ പാചകകലയിലും ഉണ്ടാകണം. അപ്പോൾ വീട്ടമ്മമാർ തയ്യാറാക്കുമ്പോൾ നാടൻ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പരിഷ്കൃതമായ വിഭവങ്ങളും തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്നെ ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മളിന്നിവിടെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ബീഫ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഇതൊരു സ്ലൈറ്റ്ലി അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു കോണ്ടിനെൻ്റൽ സ്റ്റൈലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തേത് ബീഫ് വിത്ത് നൂഡിൽസ് ആണ്. ഇപ്പോൾ നൂഡിൽസിന് പകരം വേണമെങ്കിൽ പാസ്ത, ഏതെങ്കിലും തരം പാസ്ത സോസ്, സ്പാഗറ്റിയോ എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാം. ഇപ്പോൾ രണ്ട് വിഭവങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ഒരു സൈഡ് ഡിഷും ഒരു മെയിൻ ഡിഷും ഉള്ള ഒരു കോമ്പിനേഷൻ പോലെയല്ല. ഇതൊരു ഹോൾസം മീൽ, അതായത് ഇതൊറ്റ ഒരു വിഭവമായിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു കറി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത്. അപ്പോൾ ബീഫിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ നാളായി ബീഫ് കൊണ്ടുള്ളൊരു വിഭവം തയ്യാറാക്കിയിട്ട്, പക്ഷേ ബീഫ് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ബീഫിനെ കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സി നടക്കുന്ന ഒരു സമയം കൂടിയാണ്. എങ്കിലും നമ്മളിന്ന് ബീഫ് കൊണ്ടൊരു വിഭവം തയ്യാറാക്കാൻ പോകുന്നു. അപ്പോൾ ബീഫ് വിത്ത് നൂഡിൽസ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് അഥവാ മാട്ടിറച്ചി 1/2 കിലോ കഷ്ണങ്ങളാക്കിയത്, സവാള ഒരു വലുത് ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ കെച്ചപ്പ് 4 ടേബിൾ സ്പൂൺ, ബ്രൗൺ ഷുഗർ 1 ടേബിൾ സ്പൂൺ, വൂസ്റ്റർഷെയർ സോസ് 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മസ്റ്റേർഡ് പൗഡർ അല്ലെങ്കിൽ മസ്റ്റേർഡ് പേസ്റ്റ് 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, മൈദാമാവ് 1 ടേബിൾ സ്പൂൺ, വെള്ളം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നൂഡിൽസിന് വേണ്ട ചേരുവകൾ: റിബൺ നൂഡിൽസ് 250 ഗ്രാം, ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, പാസ്ലി ലീവ്സ് ഫ്രഷ് അല്ലെങ്കിൽ ഡ്രൈഡ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ബീഫ് വിത്ത് നൂഡിൽസ് തയ്യാറാക്കിയതാണ്. അപ്പോൾ ബീഫ് ഇവിടെ റെഡിയാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു 1/2 കിലോ. പിന്നെ നൂഡിൽസ്, ഇതാണ് നമ്മുടെ റിബൺ നൂഡിൽസ്. കുറച്ച് പരന്നിരിക്കുന്ന നൂഡിലാണ്. ഇത് പല ടൈപ്പ് കിട്ടും, പല എന്താ പറയുക, എഗ് നൂഡിൽസ് ആയിട്ടും കിട്ടും, അല്ലാതെ ഇങ്ങനെ ചുറ്റി വരുന്നതായിട്ട് കിട്ടും, നീളത്തിനുള്ളത് കിട്ടും. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് ബീഫ് നൂഡിലാണ്, കുറച്ച് പരന്നിരിക്കുന്ന നൂഡിൽ. മൈദയല്ല, ഇത് വീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് 2 അടുപ്പും ഒരേ സമയം ഉപയോഗിക്കാം. അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇതിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ നൂഡിൽസ് വേവിക്കാനായിട്ട്. നൂഡിൽസ് വേവിച്ച് കഴിഞ്ഞാലേ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പുറത്തെ അടുപ്പിലേക്ക് ആദ്യമേ തന്നെ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് എണ്ണയൊന്നും ചേർക്കുന്നില്ല, ആദ്യം ബീഫിൻ്റെ പീസസ്. അപ്പോൾ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ കുറച്ച് എണ്ണയും ഒഴിച്ച് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ബീഫിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടൊന്ന് എണ്ണയിൽ വറുക്കുകയാണ് ചെയ്യേണ്ടത്. വേവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് സീൽ ചെയ്യുന്ന പോലെ അതിനെ ഒന്ന് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ, അപ്പോൾ ഫ്രൈ ചെയ്യണമെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിക്കണമല്ലോ. അതിന് മുമ്പ് തന്നെ ഞാൻ എണ്ണയൊക്കെ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ബീഫിങ്ങനെ പാത്രത്തിലിട്ട് ഇളക്കുകയാണ്. കാര്യം ബീഫിൽ നിന്നും എന്തായാലും വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം ഒന്ന് ഇറങ്ങി വന്ന് അതൊന്ന് പറ്റട്ടെ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം. ഇത് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ആ ഒരു സീലിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. ഈ ഒരു സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. അത് ഓപ്ഷണലാണ്. പക്ഷേ കാര്യം നമ്മളിതിലിപ്പോൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് 1 ടീസ്പൂണോളം. ഇച്ചിരൂടെ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇച്ചിരി കുരുമുളക് പൊടി ചേർത്താൽ വളരെ ഗംഭീരമായിരിക്കും. അപ്പോൾ വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നൂഡിൽസ് അതിനകത്തിട്ട് വേവിച്ചെടുക്കാം. വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ, ഒലിവ് ഓയിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, എന്തായാലും വെളിച്ചെണ്ണ വേണ്ട, 1 ടേബിൾ സ്പൂൺ എണ്ണ. അതിനോടൊപ്പം നമ്മൾ സവാള, 1 സവാള ചെറുതായി അരിഞ്ഞതും ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടി കിടന്നൊന്ന് മൂക്കട്ടെ. അപ്പം ബീഫിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബീഫ് വേകുന്നില്ല, പക്ഷേ ബീഫ് ഒന്ന് റോസ്റ്റഡ് ആകുകയാണ്. അപ്പോൾ ബീഫിൻ്റെ നിറം ഒന്ന് ലൈറ്റ് ഒരു ബ്രൗൺ കളറായി മാറണം.
അതോടൊപ്പം തന്നെ ഈ സവാളയും ഒന്ന് മൂക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ബീഫ് വേഗത്തില്ല, വേഗണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കർ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇത് ഒന്ന് റോസ്റ്റിംഗ് മെത്തേഡാണ് ഇത്. ഈ രീതിയിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ ആകും. അപ്പോൾ അതിൻ്റെ ഒരു മുരിഞ്ഞ ഒരു ടേസ്റ്റും കൂടി നമ്മുടെ വിഭവത്തിന് ഉണ്ടാകും. അതോടൊപ്പം സവാളയും ഒന്ന് മൂത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ വെള്ളം ഇതൊരു സൈഡിൽ ഇങ്ങനെ കിടക്കട്ടെ. മൂക്കുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, ബ്രൗൺ ആകുന്ന പോലെ. ഇപ്പുറത്തെ അടുപ്പിൽ എന്താണ് കിടക്കുന്നത്, വെള്ളം വെച്ചിരിക്കുകയാണ്. വെള്ളം ഏതാണ്ട് തിളയ്ക്കാൻ തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നൂഡിലിട്ട് വേവിച്ചെടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഏറെ വെള്ളം വെക്കണം, ആവശ്യത്തിന് വെള്ളം. കാര്യം ഊറ്റിയെടുക്കുകയാണല്ലോ. അപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങി നൂഡിൽസ് ഇടാം. അപ്പോൾ ഇത് 250 ഗ്രാം നൂഡിൽസാണ്. ഇതിപ്പോൾ ലോങ് ആയിട്ടുള്ള നീളത്തിനുള്ള നമ്മുടെ വേർമിസിലി മാതിരി ആ ഷേപ്പിലാണ് കിട്ടിയത്. പക്ഷേ ഇതെല്ലാം ചുറ്റി വരുന്നതുണ്ട്. റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വട്ടത്തിനിങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് വാങ്ങാൻ കിട്ടും. ഏതാണ് കിട്ടുന്നത് അത് ഉപയോഗിക്കാം. പക്ഷേ റിബൺ നൂഡിലായിരിക്കും ഇതിന് കൂടുതൽ അനുയോജ്യം, കുറച്ചുകൂടെ സോഫ്റ്റ് ടെക്സ്ചറാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരം പാസ്ത വേവിച്ച് അതുമാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച പാകത്തിന് ഏകദേശം വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ നമ്മളുടെ നൂഡിലിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് ചേർക്കും. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ റോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. ബീഫ് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. കൂട്ടത്തിൽ നമ്മുടെ സവാളയും. അപ്പോൾ ബീഫിൻ്റെ നിറമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകണം. ഇപ്പം നമ്മളുടെ ബീഫ് ഇങ്ങനെ ബ്രൗൺ ആയി തുടങ്ങുന്നു, സവാളയും. അപ്പോൾ ഒരു റോസ്റ്റഡ് മണം വന്നുകൊണ്ടിരിക്കുകയാണ്. ബീഫ് ഇങ്ങനെ റോസ്റ്റ് ആകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഗ്രില്ല് ഇത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു മണമുണ്ടല്ലോ, അതുമാതിരി ഇങ്ങനെ വരുന്നു. ഒരു ഡ്രൈ റോസ്റ്റ് ആകുന്ന പോലെയാണ്. ഇച്ചിരി എണ്ണയെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, എങ്കിലും ഒരു റോസ്റ്റിൻ്റെ ഒരു. അപ്പോൾ നൂഡിൽസ് ഏതാണ്ട് വെന്തു. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കും. നൂഡിൽ വളരെ സോഫ്റ്റായിട്ട് മാറിയിട്ട്, ഞാൻ റിബൺ നൂഡിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല സോഫ്റ്റായിട്ട്, കാണാനും നല്ലൊരു ലുക്കാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്യാം നൂഡിലിൻ്റെ. എന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെയും ഏതാണ്ട് കാര്യങ്ങൾ റെഡിയാണ്. അപ്പോൾ ബീഫിൻ്റെ നിറം ഒരു ബ്രൗണായി തുടങ്ങുന്നു, സവാളയുടെ നിറവും ബ്രൗണായി, നല്ലൊരു റോസ്റ്റഡ് മണം വന്നു കഴിയും. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നൂഡിലൊന്ന് ഊറ്റി, ഈ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റി കുറച്ച് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നൂഡിൽ പെർഫെക്റ്റ് റെഡിയായി കഴിയും. പിന്നെ വേണമെങ്കിൽ ഒരല്പം കുറച്ച് നേരം വെച്ചേക്കാനാണെങ്കിൽ ഒരല്പം എണ്ണ, ഒരു സ്പൂൺ എണ്ണ അതിലൊന്ന് പുരട്ടി വെച്ചാൽ മതി. ഉടനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ഊറ്റി മാറ്റി. അപ്പോൾ നമ്മളുടെ നൂഡിൽസ് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുവാണ്. അതൊരു സൈഡിലിരിക്കട്ടെ. ഇപ്പോൾ നമ്മളുടെ ബീഫ് സവാളയും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെന്തിട്ടില്ല, ഉള്ളി റോസ്റ്റഡ്. അതിൻ്റെ പുറമേ കാണുന്ന ബ്രൗൺ കളർ മാത്രമേ ഉള്ളൂ അവിടെയായിട്ട്, പക്ഷേ ഉള്ളിൽ വെന്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കാൻ പോകുന്നത്. ഇതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇത് ഒരു വലിയ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ക്രഷ്ഡ് ചതച്ച വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ. അതിനോടൊപ്പം നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒരു 4 വലിയ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ കെച്ചപ്പ്. പിന്നെ മസ്റ്റേർഡ് പേസ്റ്റ് അല്ലെങ്കിൽ പൗഡർ. എൻ്റെ കയ്യിലിപ്പോൾ മസ്റ്റേർഡ് എന്ന് വെച്ചാൽ കടുകാണ്. കടുകിൻ്റെ പൗഡർ പൊടിച്ച രൂപത്തിലുള്ളത് വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കടുകിൻ്റെ പേസ്റ്റ്, രണ്ടും വാങ്ങാൻ കിട്ടുന്ന കാര്യമാണ്. ഒരു 1/4 ടീസ്പൂൺ വരെ ആകാം. അര വേണമെന്നില്ല, 1/4. പിന്നെ വേണ്ടത് വൂസ്റ്റർഷയർ സോസ്, അതും വാങ്ങാൻ കിട്ടും. സോയാ സോസിൻ്റെയൊക്കെ നിറമാണ് വൂസ്റ്റർഷയർ സോസ്. WO എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്, വൂസ്റ്റർഷയർ. അത് 1 ടേബിൾ സ്പൂൺ, അതും ചേർത്തു. പിന്നെ വേണ്ടത് ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, 1 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിന് പകരം വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പകുതി ആ രീതിയിൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരല്പം ഉപ്പ്, ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം.
അങ്ങനെ എല്ലാ ചേരുവകളും കൂടി ഒന്നിച്ചാക്കി നമ്മൾ ഈ ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആൻഡ് ഒണിയൻ സവാളയും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതിൽ ചേർത്ത് യോജിപ്പിക്കും. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും യോജിച്ച് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം. നമ്മൾ 1 കപ്പ് വെള്ളമാണ് അളവ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, 1/2 കപ്പ് വെള്ളം. കാര്യം ബീഫിലെ വെള്ളം എല്ലാം തന്നെ വറ്റി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അത് സീൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് റോസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇനി ഇതിൽ വെള്ളം ചേർത്താൽ മാത്രമേ വേകാനുള്ള വെള്ളം ഉണ്ടാകൂ. അപ്പോൾ ഏതാണ്ട് ഒരു 1/2 മുതൽ 1/4 കപ്പ് വെള്ളം വരെ ഒഴിക്കും. അപ്പോൾ 1 കപ്പ് വെള്ളം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ 1/2 കപ്പ് വെള്ളം വരെ ആകാം ടോട്ടൽ. അപ്പോൾ ബീഫ് വേകാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കുക്കറിലേക്ക് മാറ്റും. ഒരല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് ബാക്കി ഇരിക്കുന്ന കാര്യങ്ങളും കൂടി അതിനകത്തേക്ക് സോസ് എല്ലാം നന്നായിട്ട് യോജിച്ച് ഇതിനകത്തേക്ക് ഒന്നും വേസ്റ്റ് ചെയ്യാനില്ല. ഒക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇനി കുക്കർ അടച്ചിട്ടൊന്ന് വേവിക്കണം. കുക്കർ അടയ്ക്കുന്നു. ഒരു സൈഡിലിരുന്ന് വേകട്ടെ. അടുപ്പ് കത്തിച്ചു കൊടുക്കുക. ഇത് ബീഫ് ശരിക്കും വേകാൻ ആവശ്യമുള്ള സമയം കൊടുക്കുക. ഒരു 4-5 വിസിൽ. ഫസ്റ്റ് വിസിൽ വന്നിട്ട് തീ അല്പം കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 വിസിലും കൂടി കേൾക്കട്ടെ. എന്തായാലും ബീഫിന് ഇച്ചിരി വേഗം ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് വേകണം. വേണമെങ്കിൽ ഒരു അല്പം വിനീഗറും കൂടി ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു സ്പൂൺ വിനാഗിരിയും കൂടി വേണമെങ്കിൽ. അങ്ങനെ നമ്മളുടെ ബീഫ് പാകത്തിന് വെന്ത അതിൻ്റെ ഗ്രേവി എല്ലാം നല്ല കുറുകിയിരിക്കുകയാണ്. കണ്ടല്ലോ, സോസി ആയിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 5 വിസിൽ കിട്ടും. അപ്പോൾ വീൽ ബീഫാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല ഇളതായിട്ടുള്ള ബീഫ് ഈ രീതിയിലാണ് വരണത്. അപ്പോൾ ഞാനിത് കുക്കർ തുറന്ന് നോക്കി. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. അതെന്താണ്? ഒരു 1/2 കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേകാൻ ആവശ്യമായ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 കപ്പ് എന്നാണ് അളവ് പറഞ്ഞത് ടോട്ടലായിട്ട്. പക്ഷേ ചിലപ്പോൾ ബീഫിന് കൂടുതൽ വെള്ളം വേണ്ടി വരും വേകാനായിട്ട്. അത് ബീഫിൻ്റെ വേഗ് പോലെ ഇരിക്കും. 1 കപ്പ് വെള്ളം വേകാൻ തന്നെ ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും. എന്തായാലും ഒരു 1/2 കപ്പ് വെള്ളം അല്ലാതെ മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദാമാവ്, ഒരു ഹീപ്ഡ് ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂൺ കലക്കുക. എന്നിട്ട് കട്ടയില്ലാണ്ട് കലക്കിയെടുക്കും. വീണ്ടും ഞാൻ ബീഫ് ഇങ്ങനെ അടുപ്പത്തി എത്തിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് സോസി ആയിട്ടുള്ള ഗ്രേവി ഉണ്ട് അതിനകത്തേക്ക്. അതിലേക്ക് ഈ വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1 സ്പൂൺ മൈദാമാവ് കലക്കി ചേർത്തു. വീണ്ടും ഒന്ന് തിളപ്പിക്കും. അപ്പോൾ ആ മൈദയുടെ ഒരു പച്ച ചുവയൊക്കെ മാറണം. പിന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഈ സ്റ്റേജിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ബീഫ് ഇങ്ങനെ കണ്ടല്ലോ, നല്ല കുറുകിയ ഒരു ഗ്രേവിയോടുകൂടി, ഒരു സോസി ആയിട്ടുള്ളൊരു ഗ്രേവിയോടുകൂടി റെഡിയായിരിക്കും. അപ്പോൾ മൈദയുടെ പച്ചച്ചുവ മാറണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് തിക്കായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചാലും കുഴപ്പമില്ല. അത് വെള്ളമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം സോസി ആകണം അതനുസരിച്ച് ക്രമീകരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ നൂഡിൽ കഴിക്കാനായിട്ട് എത്രത്തോളം അതിനൊരു സോസി കണ്ടൻറ്റ് വേണം അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വേണമെങ്കിലും ചേർക്കാം. അത് അങ്ങനെ ഒരു സ്പൈസി ഡിഷ് അല്ല. ഇത് ഇച്ചിരി ഒരു സ്വീറ്റ് ആൻഡ് സാർ ആൻഡ് അങ്ങനെയാണ്. ഇച്ചിരി ഹോട്ട്, കുറച്ച് മുളകിൻ്റെ ഒരു എരിവും, പിന്നെ കെച്ചപ്പിൻ്റെയൊക്കെ ഒരു ചെറിയ പുളിയും, പിന്നെന്താ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അല്പം മധുരവും ഒക്കെ കൂടി ചേർന്ന് വരുന്ന ഒരു വിഭവമാണ് ഈ ബീഫ്. സോസി ബീഫാണിത്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. സോസി ബീഫ് ഇസ് റെഡി. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ അടുപ്പിലേക്ക് നമ്മൾ മറ്റൊരു പാത്രം വയ്ക്കാൻ പോകുന്നത്. നമ്മൾ നൂഡിൽസ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ബീഫിനെ നമുക്കൊരു സോസി ബീഫ് എന്ന് പേരിടാം. അപ്പോൾ സോസി ബീഫ് വിത്ത് നൂഡിൽ. ഇനി നൂഡിൽ ഇവിടെ വേവിച്ചത്, റിബൺ നൂഡിൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടല്ലോ, ഇച്ചിരി എണ്ണ ഞാൻ തടവി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ. ഇനി ഒരല്പം ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം.
ഒരൽപ്പം എണ്ണ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആകാം, 1 ടേബിൾ സ്പൂൺ. അതിലേക്ക് ആദ്യം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വരെ ആകാം. ചെറിയൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ നൂഡിൽസിന്. ഇതൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂഡിലാണ്, ഇങ്ങനെ റിബൺ സ്റ്റൈൽ, അങ്ങനെ പരന്നിരിക്കുന്ന നൂഡിലാണ്. സാധാരണ നൂഡിൽസ് സാധാരണയായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഉരുണ്ടിരിക്കുന്ന അല്ലേ ഷേപ്പിലുള്ള ഒരു വെർമിസിലിയുടെയൊക്കെ, വെർമിസിലി അല്ലെങ്കിൽ സേമിയയുടെ ഷേപ്പിൽ ഇച്ചിരി വണ്ണമുള്ളതാണ് നമ്മളുടെ. പിന്നെ സ്പെഗറ്റി ആണെങ്കിലും അങ്ങനെ കുറച്ച് നീളമുള്ള ഇങ്ങനെ ഉരുണ്ട സൈസാണ്. പക്ഷേ ഇതൊരല്പം വ്യത്യാസം. അപ്പോൾ ഈ എണ്ണയ്ക്ക് ഒരു ഒലിവ് ഓയിലിന് ഒരു ചെറിയൊരു ഗാർലിക് ഫ്ലേവർ, അതായത് ഗാർലിക്കിൻ്റെ വെളുത്തുള്ളിയുടെ ഒരു മണവും രുചിയും ഇറങ്ങണം. അപ്പോൾ ചെറുതായിട്ട് നിറം മാറി തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ചേർക്കാം. വെളുത്തുള്ളി ഒരുപാട് ബ്രൗണൊന്നും ആകണ്ട, അതിൻ്റെ ഒരു മണം ഇറങ്ങണം. ഒന്ന് ചെറുതായിട്ട് വാടി റെഡിയായി വന്നാൽ മതി. നിറം മാറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ഇനി നമ്മൾ നൂഡിലിടാൻ പോവാണ്. തീ ഒരൽപ്പം കുറയ്ക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ എന്താ പറയുക, ഗാർലിക് ഫ്ലേവേർഡ് എണ്ണ, വെളുത്തുള്ളിയുടെ രുചിയുള്ള എണ്ണ. ഇപ്പോൾ ചില്ലി ഓയിൽ എന്നൊക്കെ പറയുന്ന പോലെ ഗാർലിക് ഓയിൽ എന്ന് നമുക്കതിനെ പേരിടാം. അത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായി വരണം. ഇപ്പം നൂഡിലായതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ സോട്ട് ചെയ്തെടുക്കും. ഇങ്ങനെ വഴറ്റുന്നത് ഇങ്ങനെ ചെയ്താൽ മതി. നന്നായിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ആ എണ്ണയും വെളുത്തുള്ളി, ദാറ്റ് ഈസ് ഗാർലിക് എണ്ണ, വെളുത്തുള്ളി എണ്ണ നന്നായിട്ട് വന്നു കഴിഞ്ഞു. ഇനി ഒരു കാര്യമുണ്ട്, അതായത് നമ്മളുടെ പാസ്ലി, ഫ്രഷ് പാസ്ലി ഉണ്ടെങ്കിൽ, പാസ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിയില പോലെ ഒരു തരം ഹേർബാണ്, ഒരു ഇലയാണ്. ഫ്രഷ് ആയിട്ടുള്ള കിട്ടാൻ ചിലപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടണമെന്നില്ല. നമ്മൾ താമസിക്കുന്ന എല്ലാ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് കിട്ടും, പക്ഷേ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡ്രൈഡ് ഹെർബ്സ് ഇങ്ങനെ ഉണങ്ങിയ രൂപത്തിൽ വാങ്ങാൻ കിട്ടും, ഡ്രൈഡ് ഹെർബ്സ്. അതാകുമ്പോൾ നമ്മൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതിൽ നിന്നും കുറച്ച്, ഇതിപ്പോൾ ഡ്രൈഡ് ഹെർബാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഏതാണ്ട് 1 ടീസ്പൂൺ വരെ ആകാം. ഒന്ന് കൊടുക്കുക, അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരട്ടെ എല്ലാ ഭാഗത്തേക്കും. ഇതിപ്പോൾ ഡ്രൈഡ് പാസ്ലിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ആകാം, ഒറിഗാനോയോ തൈമോ എന്ത് വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ മിക്സ്ഡ് ഡ്രൈഡ് ഹെർബ്സ് ആയാലും മതി. അപ്പം നമ്മളുടെ നൂഡിലും റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഒലിവ് ഓയിലിലും സോട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വയറ്റിൽ നൂഡിലിൻ്റെ മിക്സ്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് വിളമ്പുമ്പോൾ ഒരു പരന്ന ഒരു പ്ലാറ്റർ, കുറച്ച് ഒരല്പം കുഴിയുള്ള ഇത്തരം പാത്രമാകാം, അല്ലെങ്കിൽ ഇതുപോലത്തെ പോർസലീൻ പാത്രമോ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു പ്ലേറ്റ് സ്റ്റൈലിൽ കുറച്ച് പരന്നൊരു കാര്യം. അതിലേക്ക് ആദ്യം നമ്മളുടെ നൂഡിൽ അപ്പോൾ നമ്മളുടെ നൂഡിൽസ് നല്ല രീതിയിൽ നമ്മൾ ഒരു പാത്രത്തിലിങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളുടെ സോസി ബീഫ്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് പാസ്ലി ലീവ്സ്, പറ്റുമെങ്കിൽ ഫ്രഷ് പാസ്ലി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒരു ചെറിയൊരു അതിൻ്റെ ഒരു പീസ്, അതിൻ്റെ ഒരു സ്പ്രിഗ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ വയ്ക്കാൻ പറ്റിയ ഭയങ്കര എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു അലങ്കാരമായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഫ്രഷ് പാസ്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഡ്രൈഡ് പാസ്ലി ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കും, നമ്മളിതിൻ്റെ ഒരു പോർഷൻ ഓഫ് നൂഡിൽ എടുക്കുക, അതിനോടൊപ്പം തന്നെ സോസി ബീഫും കൂടി എടുക്കുക, എന്നിട്ട് നന്നായിട്ട് കഴിക്കുക. അപ്പോൾ ഇത് ഏകദേശം 4 പേർക്ക് കഴിക്കാൻ പറ്റും. ഒരു പോർഷനായിട്ട് എടുത്താൽ 4 പോർഷൻ കുഴപ്പമില്ല, 4 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു മെയിൻ മീൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു
ഒരു നേരത്തെ ഭക്ഷണമാണ്. ഇതിനോടൊപ്പം ഒരു വെജിറ്റബിൾ സാലഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മതിയാവും. വേറെ ബ്രെഡ്സ് ഒന്നും ആവശ്യമില്ല, കാര്യം നൂഡിലുണ്ട്. അതിനോടൊപ്പം ഒരു മീറ്റ് ഐറ്റം ഉണ്ട്. പിന്നെ അതിനെന്താ വേണ്ടത്? നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് മാത്രം മതി. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒരു ആഹാരമായിട്ട് കഴിക്കാം. വയറ് നിറയുന്ന സ്വാദുള്ള ഒരു വ്യത്യസ്തമായ ഭക്ഷണം. നമ്മൾ സാധാരണ എപ്പോഴും നാടൻ കഴിക്കുമ്പോൾ ഒരു വ്യത്യാസമായിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു വിഭവമാണ്. എന്തായാലും സോസി ബീഫ് വിത്ത് നൂഡിൽസ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എപ്പിസോഡിൽ കാണിച്ച സോസി ബീഫ് വിത്ത് നൂഡിൽസ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വ്യത്യസ്തമായ വിഭവങ്ങൾ നമ്മുടേതല്ലാത്ത മറ്റ് രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെയും സ്വാധീനമുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ അത് പരീക്ഷിക്കാം. അത് നിങ്ങൾക്കും പരീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാം.